റൂബി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ചീമപ്പുളിയാണ്. ഇരുമ്പമ്പുളി എന്നറിയപ്പെടും. ഓരോ നാട്ടിലും ഓരോ പേരാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ ഇത് ഒരുപാട് കഴിക്കരുതെന്നും പറയുന്നുണ്ട്. അതും എന്താണെന്ന് അറിയില്ല. അതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് കഴിക്കരുതെന്ന് പറയുന്നത്? അങ്ങനെ കുറച്ച് ചീമപ്പുളിയുടെ അച്ചാർ വീഡിയോയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ചീമപ്പുളി ഒന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് പൂവും കുറച്ച് തണ്ടും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഇത് നല്ല രുചികരമായ ഒരു അച്ചാറാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ പൂവും നാരും എല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതിലൊരു കറുത്ത പൂവൊക്കെ ഉണ്ട്, ഉണങ്ങിയ പൂവൊക്കെ. അത് കഴുകിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇത് ഒരെണ്ണം 3 പീസായിട്ട് വട്ടത്തിൽ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. നീളത്തിൽ വേണേൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ റൗണ്ടിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് അച്ചാറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 3-4 വറ്റൽമുളക്. വെളുത്തുള്ളി വലിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വലിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഉലുവായും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയിലാണ് അച്ചാറെല്ലാം ചെയ്തെടുക്കുന്നത്. അത് ഒരുപാട് നാൾ കേടാകാതിരിക്കാൻ സഹായിക്കും. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തത്, കാരണം ഇവിടെ പെട്ടെന്ന് തീരും. കുഞ്ഞുങ്ങളൊക്കെ ഇത് ഇഷ്ടമാണ്. ഇനി കടുകും ഉലുവായും ഒക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയവയൊക്കെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഉലുവ പൊടി വേണേ ചേർക്കാം. ഞാനിവിടെ ഉലുവ ഡയറക്റ്റ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കടുകിൻ്റെ പരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇത് നന്നായി യോജിപ്പിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇനി ഇതിലേക്കൊരു ലേശം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാട് എരിവൊന്നുമില്ല. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് മൂക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഓരോരുത്തരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് മൂത്ത് വരുമ്പം ഡയറക്റ്റ് വിനാഗിരി പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ലാസ്റ്റിലാണ് വിനാഗിരി ചേർക്കുന്നത്. കാരണം ഇതിലൊരു പുളിയുണ്ട്. ഇതിന് പ്രത്യേകം പുളി ഇറങ്ങും. അപ്പോൾ ആവശ്യത്തിന് എത്ര ആണെന്ന് ചാറ് വരും. ഇരുമ്പുളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി നല്ല ഒരു ചാറ് പോലെ വരും. അപ്പം ഒരുപാട് വിനാഗിരിയുടെ ആവശ്യമില്ല. അപ്പം ഞാൻ ലാസ്റ്റിലാണ് ചേർക്കുന്നത്. ചിലർ ആദ്യമേ ചേർക്കുന്നവരുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിക്കുക. ചെറു തീ വെച്ച് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. കരിഞ്ഞൊന്നും പോകരുത്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമപ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ടാണ് ഇളക്കുന്നത്. ഉപ്പ് കുറേ കൂടെ വേണം, കാരണം ഇതിൽ നല്ല പുളിയുള്ള സാധനം ആയതുകൊണ്ട് ഉപ്പ് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. അപ്പോൾ പരുവത്തിന് നോക്കി ഇടാം, ഒരുപാടൊന്നും വാരിയിടല്ലേ. ഇതൊന്ന് ഒന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല രുചികരമായ അച്ചാറാണ്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മീൻ പറ്റിക്കാൻ, മീൻ കറി വെക്കാൻ, തേങ്ങ അരച്ച് കറി വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ മീൻ, ചൂട, ചെറിയ മത്തിയൊക്കെ പീര വെക്കാൻ, ആറ്റുമീനൊക്കെ പീര വെക്കാൻ, ഇരുമ്പമ്പുളി, കുടംപുളിക്ക് പകരം വാളംപുളിക്കൊക്കെ പകരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങ ചേർക്കത്തില്ലേ, അതുപോലെ അച്ചാറിടാനും നല്ലതാണ്. ഇനി ഒരു ദിവസം ഇത് ഉണക്കിയത് അച്ചാറിട്ട് കാണിക്കാം. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ചെറുതീയിൽ വെച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കായത്തിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇച്ചിരി ഏറെ കായപ്പൊടി ചേർത്തിട്ടുണ്ട്.
കട്ടക്കായ വേണമെങ്കിൽ അത് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഡയറക്റ്റ് പൊടിയാണ് ചേർത്തത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം. ഇനി ഇതിലേക്കൊരു ലേശം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് ഒരുപാട് പുളിയുള്ള സാധനമാണ് ഈ ചീമപ്പുളി എന്ന് പറയുന്നത്. അപ്പം കുറച്ച് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു മധുരവും പുളിയും ഉപ്പും ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും ഉള്ള ഒരു അച്ചാറായി മാറും. അല്ലെങ്കിൽ പുളി ഒരുപാട് കൂടി കഴിക്കാൻ പറ്റത്തില്ല. ഇത് മധുരവും ഒരു ചെറിയ പുളി എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക സാധ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വളരെ കുറച്ചൊരു 2-3 അടപ്പ് വിനാഗിരിയെ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അച്ചാർ ഇവിടെ ആയി വരുന്നുണ്ട്. ഇത് ചെറു തീയിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം. ഇനി ഇത് ഓഫാക്കി വെക്കുന്നുണ്ട്. ഇത് എഡിറ്റ് ചെയ്തപ്പോൾ ഒന്ന് റിപ്പീറ്റായി വന്നതാണ്. ഒരു വട്ടമേ വിനാഗിരി ചേർത്തിട്ടുള്ളൂ. അതെന്തുവാന്ന് കുറച്ച് നേരം മുമ്പേ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നായിരുന്നു. എന്തുവാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. റിപ്പീറ്റായിപ്പോയത്. ഇനി ഇത് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സഹായിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇതാണ് ചീമപ്പുളി അച്ചാർ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.